വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണുള്ളത്. ഇവിടെ നമ്മുടെ മലേഷ്യൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം 10:40 നമ്മുടെ ബോർഡിംഗ് ടൈം തന്നിരിക്കുന്നത്. ഇമിഗ്രേഷനും ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ അകത്ത് വന്നിരിപ്പുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. ഞാൻ കാണിച്ചു. ഇതെൻ്റെ അനിയത്തി ആണ്ടയക്കുന്നു. ഡച്ചുമോൻ, എൻ്റെ അമ്മ സച്ചുമോൻ. അപ്പം ഇനി ബാക്കി മലേഷ്യൻ വിശേഷങ്ങൾ ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, നമ്മളങ്ങനെ കോലാലംപൂർ എയർപോർട്ടിലെത്തി. ഇപ്പം ഇവിടെ ഡ്രൈവറിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാം കാണിച്ചു തരാം. നോക്ക്, സിഗരറ്റൊക്കെ കിടക്കുന്നുണ്ട്. എന്തോരാണ്. ഡ്രൈവറിനെ കിട്ടി. നമ്മളിതേ വണ്ടിക്കകത്ത് കയറി. കണ്ടില്ല, എന്താണ് കാണിക്കുക. നമ്മളെങ്ങനെ പോവാണ് ഗായ്സ്. നമ്മുടെ വണ്ടിയിൽ കയറിയിട്ട് കുറച്ച് നേരം ആയുള്ളൂ. രണ്ടമ്മ കിടന്നുറങ്ങാൻ തുടങ്ങി. ഞാനിവിടെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ്. അച്ഛനും അമ്മയും കുഞ്ഞായും ഫ്രണ്ട് ഇരിക്കുകയാണ്. ഇപ്പം നേരെ നമ്മൾ സിറ്റി ടൂറിനാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും 3 PM നമുക്ക് ഹോട്ടലിൽ ചെക്കിംഗ് ടൈം തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ ഹോട്ടലിലോട്ട് പോകത്തുള്ളൂ. നല്ല ഉറക്കം വരുന്നുണ്ട്. അങ്ങനെ കുറ്റം പറയാൻ പറ്റത്തില്ല, എനിക്ക് ഉറക്കം വരുന്നുണ്ട്. പക്ഷെ ഉറങ്ങാൻ തോന്നണില്ല. ഇത് ഏതാ സ്ഥലം? റീൻ പാലസോ? കിങ്ങോ? കിങ് പാലസ്. അകത്തോട്ട് എൻട്രി ഇല്ല ഇതിന്. നമ്മളെ ഇപ്പൊ കിങ് പാലസ് അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. ഇവിടെ കാണാൻ എന്തേലും ഉണ്ടോ ഒന്നും അറിയത്തില്ല. ഇവിടെ അകത്തോട്ടൊരു എൻട്രി കാണുന്നില്ല. ഇവിടെ എന്തോ കാണിച്ചു തരാം. 2 പേര് അത് കണ്ടോ, അവിടെ 2 പേര് കുതിരയുടെ മണ്ട കയറി ഇരിപ്പുണ്ട്. അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തോണ്ടിരിക്കുക അവിടെ. പിന്നെ ഇവിടെയൊക്കെ കുറേ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഗൈഡ് ഇല്ലാത്തതുകൊണ്ട് എന്തുവാ ഏതാ ഒന്നും അറിയാൻ പറ്റണില്ല. ഞങ്ങളിപ്പോൾ ചുമ്മാ നടക്കുകയാണ്. ഇത് അതാണ്ടിരിക്കുന്നു 2 പേര്. ഫോട്ടോസൊക്കെ എടുക്കട്ടെ ഇനി നമ്മൾ. അതെങ്കിലും നടക്കട്ടെ. അതൊക്കെ നടക്കുമില്ല. ഇവിടെ 2 പേര് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കുതിരപ്പുറത്ത് നിൽപ്പുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറേ പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ എനിക്കത് അത്ര വലിയ കിടിലമായിട്ടും തോന്നിയിരുന്നില്ല. എന്തിനാണോ എന്തോ. ഇപ്പം ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ഇസ്താന നഗേര. അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇതാ കണ്ടോ, ഇവിടെ ഒരാളിങ്ങനെ കുതിരയുടെ മണ്ടയ്ക്ക് ഇരിപ്പുണ്ട്. ഇതേപോലെ തന്നെ അവിടെ ഒരാൾ ഇതവിടെ ഒരാൾ കുതിര. പക്ഷെ ആ കുതിര കുറച്ച് സീനാണെന്ന് തോന്നുന്നു. വന്നണം തൊട്ടിങ്ങനെ അവിടെ ഉണ്ടാവും ആടി ആടി ഇരിക്കുകയാണത്. അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. സത്യമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ടു ബി ഓണസ്റ്റ്, എനിക്കിഷ്ടപ്പെട്ടില്ല. ഇവിടെ എന്ത് കാണാനാണ്? ഇവിടെ 30 minutes, ഇവിടെ ഓരോ ഡെസ്റ്റിനേഷന് 30 minutes ഇതാണെന്നുണ്ട്. എന്ത് സംഭവം? തൊട്ട് വരുത്. ഓരോരുത്തരുടെ ടേൺ ആയിട്ടാണല്ലേ ഇങ്ങനെ മാറി മാറി കയറുന്നേണ്ട നിൽക്കുന്നത്. നേരത്തെ പോയോ എന്താ പോകുന്നു. മറ്റേ അപ്പുറത്തെ കുതിര ഇറങ്ങി. ഇവനവിടെ കയറുമായിരിക്കും.
ഇവിടെ ആരും പോയില്ലല്ലോ. അവിടേക്ക് നിന്ന് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നു. ഇതേ ഇപ്പോൾ അവിടെ മാറി വേറൊരാൾ കയറി, അതവിടെ ക്ലോസ് ചെയ്തു. ഇവിടെ നിന്ന് പോവാം, അതായിരിക്കും നല്ലത്. എനിക്ക് എന്തോ ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലായില്ല. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. ഇത് അവിടെ നോക്ക്, അതാണ് ട്വിൻ ടവർ. പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ KL ടവറും കാണാൻ പറ്റും. അത് കാണാൻ പറ്റുന്നുണ്ടോ? കുറച്ചുകൂടെ അങ്ങോട്ട് നീക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ട്വിൻ ടവർ ആൻഡ് കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങി എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അതാ ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. ഇതാ കണ്ടോ, അത് KL ടവർ. മറ്റേത് ഇനി അങ്ങോട്ടായിരിക്കും നമ്മളെ കൊണ്ടുപോകുന്നത്. മലേഷ്യ വന്നിട്ട് തെണ്ടി തിരിഞ്ഞ് നടക്കുകയാണ്. അവിടെ എന്തോ ഒരു സാധനം കണ്ടു, അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് ഞങ്ങൾ വേണ്ട ഇപ്പം തിരിച്ച് നടക്കാം. ഇവിടെ ഇപ്പം വെള്ളം മേടിക്കാൻ വേണ്ടി നിർത്തി തന്നതാണ്. വെള്ളം നമ്മൾ നേരത്തെ മേടിച്ചു. നമ്മൾ പറഞ്ഞിട്ട് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് വന്നിട്ട് ഇപ്പം എല്ലാവർക്കും ഉഷാറായിട്ടിരിക്കുകയാണ്. ഞാനൊരു ഫ്രൈഡ് റൈസ് കഴിച്ച്, കുഞ്ഞാ ഒരു പ്ലെയിൻ ദോശ, ബാക്കി എല്ലാവരും റൈസ്. നമ്മളിപ്പോൾ ഒരു ചോക്ലേറ്റ് ഫാക്ടറി കൊണ്ടുവന്നു. ഹായ്, നമുക്ക് അകത്തോട്ട് ക്യാമറ അലൗഡ് അല്ല ഇവിടെ വരെയുള്ളത്. ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഇപ്പോൾ എല്ലാവരും നല്ല സെറ്റായിട്ടുണ്ട്. നമ്മളിപ്പോൾ ട്വിൻ ടവർ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങ് പോവും. നേരെ റൂമിലോട്ടായിരിക്കും പിന്നെ പോകുന്നത്. പിന്നെ രാത്രി നമ്മൾ തന്നെ ഇറങ്ങി വരാമെന്നൊക്കെ വിചാരിക്കുന്നു. ട്വിൻ ടവർ കാണിച്ചായിരുന്നു, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇറ്റ്സ് ഓസം. ഇനിയിപ്പോൾ ചെക്കിൻ എല്ലാം ചെയ്ത് നമ്മൾ റൂമിനകത്തിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഒന്ന് ഫ്രഷായി ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് കരുതിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സമയം ഒരു 3 മണിയായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ 3 റൂമാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്കും കുഞ്ഞായിക്കും ഒരു റൂം, അച്ഛനും അമ്മയ്ക്കും ഒരു റൂം, അമ്മമാർ 2 ഒരു റൂം. അമ്മമാർ 2 ഇവിടെ നമ്മുടെ അപ്പുറത്തെ റൂമിൽ തന്നെയാണ്. അച്ഛനും അമ്മയും 8th ഫ്ലോറിലും ഞങ്ങൾ 4 പേര് 12th ഫ്ലോറിലുമാണ്. പിന്നെ ഫ്രഷായി റെസ്റ്റൊക്കെ എടുത്ത് വൈകുന്നേരം ഇനി പോകുമ്പോൾ ഉള്ള അന്നേരം വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇനി നമ്മൾ പുറത്ത് ട്വിൻ ടവറിലും പോയി പിന്നെ മാർക്കറ്റിലും പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്റെ മേക്കപ്പ് പോവും. എന്റെ തുണി എടുത്തു നോക്കട്ടെ. സച്ചുവൻ ഇതെല്ലാം ഞാൻ എടുത്തു. റൂമിന്റെ കാർഡ് കയ്യിലുണ്ട്. അച്ഛാ ഇങ്ങനെ കാണിക്കേ. എന്റെ കയ്യിലോ ഇല്ലയോ കാർഡ്? ഇതെന്തിനാ കൊണ്ട് നടക്കുന്നത്? റൂമിൽ വെക്കാന്. ഇവിടെ നോക്ക്, ഇങ്ങനെ കാണിക്കും. തംസപ്പ് കാണിക്കും. തംസപ്പ് കാണിക്കും. നമ്മളിപ്പോ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ജലാനല്ലൂർ ഫുഡ് സ്ട്രീറ്റിലോട്ടാണ് ഇപ്പം നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. നമ്മുടെ ഹോട്ടലിൽ നിന്നൊരു വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ, ഒരു 550 മീറ്റർ എന്തോ ഉള്ളൂ. അപ്പം നമ്മളിങ്ങനെ അങ്ങോട്ട് പോകാനായിട്ട് നടക്കുകയാണ്. ട്വിൻ ടവർ ക്യാൻസൽ ചെയ്തു. നമ്മൾ ട്വിൻ ടവർ ക്യാൻസൽ ചെയ്തു. ഇപ്പം ഇറങ്ങാനായിട്ട് ഇവിടെ ഇപ്പം സമയം 7:15 7:15 കഴിഞ്ഞു. ഇപ്പം 6:30ക്ക് ഇറങ്ങുവാണെങ്കിൽ ട്വിൻ ടവർ പോയിട്ട് വന്നിട്ട് ഇവിടെ ജലാനല്ലൂരിൽ പോകാമെന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇപ്പം ട്വിൻ ടവറിൽ പോകാൻ പറ്റത്തില്ല. നമ്മൾ ഇറങ്ങിയപ്പോഴത്തേന് ഇത്രയും ലേറ്റായി. അത് ഫുഡ് സ്ട്രീറ്റിലെത്തി.
എന്ന് തോന്നുന്നു കേട്ടോ, അറിയില്ല. വീഡിയോക്കകത്ത് കണ്ട പോലെ കുറെ സാധനമൊക്കെ ഇവിടെ ഉണ്ട്, കാണിച്ചു തരാം. നമ്മളിത് ഒരെണ്ണം എടുത്ത് മേടിച്ച് കഴിക്കാൻ പോവാണ്. നോക്കാം. മേടിച്ചോടാ. ഇതാണ് നമ്മുടെ സാധനം. Halo, Timraski, butuh piring. Mama. കൊള്ളൂല്ല ഗൈസ്. എനിക്കിനി വേണ്ട, വേണ്ട, വെന്തിട്ടില്ല. നല്ലോണം പച്ചക്ക് എങ്ങനെ തിന്നുന്നത്? തായ്ലാൻഡില് കൊഞ്ച് പച്ചക്ക ഇവിടെ ഇഷ്ടം പോലെ ഫുഡ് വെറൈറ്റീസ് ഉണ്ട്. ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ നാട്ടിലെ ചക്ക. എന്തുവാണ് അത്? ഇതിന് മറ്റേ എന്താ നമ്മുടെ ഓ, എനിക്ക് ആ സാമാനം നിന്നിട്ട് വയറ് ഇതാ വന്നേ. ഒരു കിലോയ്ക്ക് 15 റിങ്കറ്റ് മേടിക്കുന്നോ? 1 കിലോയ്ക്ക് 1 കിലോയ്ക്ക് 15 റിങ്കറ്റ്. റിങ്കറ്റ് കണക്കൂട്ടിക്ക് കൺവേർട്ട് ചെയ്യാതെ. ദുരിയാൻ കഴിക്കണം ഇനി. ഇതാ ഷിംജാൻ ഉണ്ടാക്കുന്നത്. വെച്ചിട്ടുള്ള സാധനം 6 പീസ് 10 രൂപ. ഞാൻ മേടിക്കും കേട്ടോ. 6 പീസ് 10 പീസ്. പൂച്ചയോ? മാച്ചി. ഹൗ മച്ച് വാസ് ദിസ് പീസ്? ഏത് വേണം? ഒക്ടോപ്പസ് വേണ്ട. അത് മേടിക്കുന്നവള്. അവളിത് മേടിക്കുന്നത്. നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എന്താ? ഇതിന്റെ പേര് തക്കോയാക്കി. തക്കോയാക്കി കഴിക്കുഞ്ഞ യൂട്യൂബിലൂടെ മോളെ കഴിക്കടി. എങ്ങനെയുണ്ട്? കൊള്ളാം. അവന് മോനും മതി.
അവരിവിടെ നിൽപ്പുണ്ടായിരുന്നു. ഇനി ഇത് അവർക്ക് കഴിക്കാൻ നോക്കട്ടെ. ചേച്ചി ഞാൻ കഴിച്ചു. നല്ല ടേസ്റ്റ്. ഞാൻ കഴിച്ചു. അച്ഛാ അത് കഴിക്കും, നല്ലതാ. ഞാൻ ഒരു സാധനം കഴിക്കത്തില്ല. അകത്ത് ക്രാബിന്റെ ഒക്കെ ഫില്ലിംഗ് ഉള്ളത്. ഇങ്ങോട്ട് വാ. അമ്മച്ചി കഴിച്ചു, പിന്നെ അച്ഛച്ചിക്ക് എന്താ കഴിച്ചാ? കഴിക്കും. എടാ അമ്മച്ചി കഴിക്കുന്നില്ല, ഞാൻ കഴിക്കണം. ഹാഫ് നീ കഴിച്ചിട്ട് എന്നാ ഹാഫ് അച്ഛനോട് അച്ഛേ എനിക്ക് വേണ്ട. സാധനം കണ്ടത് തിന്നാ. അവെന്തോ മതി അവിടെ അത് കണ്ട് ഇത് കണ്ട് അതൊക്കെ നീ അങ്ങോട്ട് പോയി കൂടാ. നിങ്ങളൊക്കെ ഉറങ്ങി കുറെ ടോസ്റ്റാണെന്ന് തോന്നുന്നു. കോളി ഏ പന്നി മേടിക്കുന്നു. Musangi आपल्या मारीवर आहे. താങ്ക് യു. നമ്മൾ ദുരിയാൻ മേടിച്ചു ഗൈസ്. ദുരിയാൻ കഴിക്കണം ഇനി. ദുരിയാൻ മേടിച്ചു. കഴിക്കാം. ബൈ. ദുരിയാൻ കഴിക്കാൻ പോകണം. നാറ്റമുള്ള ഫുഡ്. വാട ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുത്തന്നെ കൈ ഇട്ട് വരെ അളിച്ചു വരെയാണ് തിന്നത്. മൊത്തം എടുത്ത് കൊടുക്കണം. നീ കടി അത് ഞാൻ എന്തായാലും നാറും. അച്ഛക്ക് വേണ്ടാന്ന്. എനിക്ക് വേണ്ട ഒരു സാധനം ഒരാൾക്ക് വേണ്ടെങ്കിൽ വാട എടുക്കുന്നില്ലടാ നിനക്ക്. വാട എടുക്കുന്നില്ലേ? ഇല്ല, സത്യമായിട്ടുള്ളത്. ആയിക്കിട്ടിട്ട് അന്നേരം ഇറക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇട്ട് കഴിഞ്ഞാൽ ഒരു ഇതുണ്ട്. കുഴപ്പമില്ല. അത് എനിക്കൊന്ന് വായിക്കാത്ത കുറച്ചു നേരം ഇട്ട് കഴിയുമ്പം ഇതുണ്ട്. ഇഷ്ടപ്പെട്ടാ അമ്മച്ചിക്ക്? നിനക്കാടാ ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? എന്നിട്ടെന്താ തിന്നാഞ്ഞ്? നമുക്കൊരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ കഴിക്കുന്നത്? ഇനി നമ്മള് തിരിച്ചങ്ങോട്ട് നടക്കാം. ഇങ്ങോട്ട് വന്നേ. സ്നേക്ക് സ്കിൻ ഫ്രൂട്ട്. സ്നേക്ക് സ്കിൻ ഫ്രൂട്ട്. പക്ഷെ ഇത് കാണാൻ കറക്റ്റ് പാമ്പിന്റെ തൊലി പോലെയുണ്ട്. നോക്ക്, ഇത് ഓറഞ്ച് ആണോ എന്തോ ആണോ എന്തോ. ബാ നടക്കാം അങ്ങോട്ട്. നമ്മുടെ നാട്ടിലെ ചക്ക. അതുകൊണ്ട് ഞണ്ട് തിന്നുന്നത് നോക്ക്.
ഞണ്ട് പൊട്ടിച്ചു കൊടുക്കുകയാണ്. അടുത്ത എന്തോ കുഞ്ഞാ നോക്കി വെച്ചിട്ടുണ്ട്. ഓർഡർ ചെയ്തു. അവരെന്തോ ഫുഡ് ഓർഡർ ചെയ്ത് അവിടെ ഇരിപ്പുണ്ട്. ഞാനും അച്ഛനോട് ഒരു ജ്യൂസ് മേടിക്കാൻ വേണ്ടി ഏതാ മേടിക്കേണ്ടത്? ഏതാ വേണ്ടേ? നമ്മുടെ കിവിയാണ് അടിക്കണത്. ഞാനൊരു അവക്കാഡോ ഐസ് ബ്ലെൻഡഡ് പറഞ്ഞു. അച്ഛനൊരു കിവി വിത്തൗട്ട് ഷുഗർ പറഞ്ഞിട്ടുണ്ട്. കിവി ഐസ് ബ്ലെൻഡഡ് വിത്തൗട്ട് ഷുഗർ. അതാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ്റെ കിവി ഇതെന്റെ അവക്കാഡോ. കൊള്ളത്തിലെ അച്ചാച്ചി കുടിച്ചോണം കേട്ടോ. കൊള്ളത്തിലെ അച്ചാച്ചി കുടിച്ചോ. അത് കൊള്ളത്തിലെ അച്ചാച്ചി കുടിക്കണം. അച്ചാച്ചി അവക്കാഡോ കിവി പോട്ടെ അമാരി പൊള്ളയൊക്കെ ഒഴിക്കട്ടെ. ഇവിടെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഐസ്ജെല്ലി പോലെ എന്തൊക്കെയോ ഉണ്ടാക്കി ഭയങ്കര ഇപ്പൊ തിരക്ക് നല്ലോണം കൂടിയിട്ടുണ്ട് ഇവിടെ. അവർ ഫുഡ് ഓർഡർ ചെയ്തിട്ട് അവിടെ ഇരിക്കും. നമ്മളിനി അവിടെ പോയിരുന്നു ഞങ്ങളുടെ സാധനം ഇത് പൊട്ടിച്ചേ അമ്മ. നിനക്ക് കൈയില്ലേ അങ്ങോട്ടും? അച്ചാച്ചി എനിക്കൂടെ പൊട്ടിച്ചേർന്നേ. ഇവിടെ പൊട്ടിച്ച വെച്ചാ കുടിച്ചോ അമ്മ? ഇത് അവക്കാഡോ കൊള്ളാം. അമ്മയാണ് ടെസ്റ്റർ. വിത്തൗട്ട് ഷുഗർ അല്ലേ പറഞ്ഞത്? ഞാൻ എന്തോ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്തോ അതൊന്നും അറിയത്തില്ല. വന്നിട്ടുണ്ട്. കൊഞ്ചൊക്കെ പച്ചക്ക് കിടപ്പുണ്ട്. ഇവര് കഴിക്കുന്നുണ്ട്. കാണിച്ചു തരാം. കൊള്ളാമോ ഇത്? ഇതെന്താ ചില്ലി ഫ്ലേക്സ് ആണോ? ചില്ലിയാണോ? കൊഞ്ചൊക്കെ ഇച്ചിരി വെന്തതുള്ളൂ. ഇവന്മാരൊന്നും വേവിക്കില്ലാന്ന് തോന്നുന്നു. ഒന്നും വേവിച്ചിട്ടില്ല. ഞാനും ഒരെണ്ണം ഒന്ന് കഴിച്ചു നോക്കണം. എല്ലാവരും തിരുന്നാണ്ടപ്പോൾ
കൊള്ളാം. ഇതിപ്പോ രണ്ടാമത്തെ മച്ചാത്തിക്ക് വേണ്ടാന്ന് നമ്മൾ ചേച്ചി കൊടുത്ത് നോക്കിയാണ്. ഹലോ എനിക്കത് വേണ്ട. എൻ്റെ വയറ് ഞാൻ അവക്കാഡോ കുടിച്ച് വൃത്തിയാക്കി. ഇത് മണ്ടി വരുന്നത് പറയും. ഇവിടെ നല്ല നൂഡിൽസ് ഉണ്ടാക്കുന്നുണ്ട്. നാല് ദിവസം കഴിച്ചാൽ മതി. ഇനി അത് വെള്ളത്തിനകത്തിട്ട് അത് പുഴുങ്ങി അതിങ്ങ് എടുക്കും. വണ്ടി വരുന്നുണ്ട് പുറകെ. ഈ തിരക്കിൻ്റെ ഇടയ്ക്കുള്ള വണ്ടി എങ്ങനെ കൊണ്ടുവന്നു? മാർക്കറ്റ് അങ്ങോട്ടും ഉണ്ടായിരുന്നു. മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടോ? എനിക്കിനി നടക്കാൻ വയ്യ. ആലോചിച്ച് അയ്യോ തെളിവ് ഞാനേ ഇവളോട് വൈകുന്നേരത്തെ പ്ലാൻ പറഞ്ഞു കൊടുക്കും. ഇവള് റെക്കോർഡ് ചെയ്യുന്നു. ഞാൻ ചെയ്യാൻ വേണ്ട. അതിനകത്തൊന്നും ഇവര് തിന്നത്തില്ല തോന്നുന്നു കേട്ടോ. ഇപ്പത്തെ ദുരിയാൻ കണ്ടിക്കുന്നത് നമുക്കത് നോക്കാം. അച്ഛൻ ഇവിടെ നിന്ന് ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് അച്ഛൻ ഇവിടെ നിന്ന് ഒരു കരിക്ക് മേടിച്ചിട്ടുണ്ട്. സ്മെല്ലൊന്നും ഒരു വിഷയമില്ല. ചേഞ്ച് ഉണ്ടെന്ന്. എന്താ പൈസ ബാക്കി മേടിക്കാതെ ഇതുവഴി അല്ലെന്ന് തോന്നടാ. ഇതുവഴിയാ വന്ന. ഈ സിംഹമൊക്കെ ഉണ്ടായിരുന്നു. സിംഹത്തിനെ കണ്ടോ? സിംഹത്തിനൊക്കെ കണ്ടായിരുന്നു. ഇതുവഴിയാ വന്ന. അച്ഛൻ അമ്മച്ചല്ലേ? What's the matter? Baby. Small baby. What's the matter? Baby. Tell me. Without no sick. നമ്മള് നേരെ റൂമിലോട്ട് പോവാം. അവരെല്ലാം ഉറങ്ങി.
രാത്രി ഞങ്ങൾ ആരും കാണാതെ പോവുകയാണ് കേട്ടോ. ഇവളുടെ പ്ലാനാ മൊത്തം. ഞാൻ ഉറങ്ങാന്ന് പറഞ്ഞ് ഞാൻ എന്നെ വിളിച്ചോണ്ട് പോകും. എന്റെ പ്ലാനല്ല എല്ലാവരോട് ഉറങ്ങാന്ന് പറഞ്ഞ് ഞാൻ എന്നാ പോടെ പറിച്ചു. നമ്മള് ഹോട്ടലിന് പുറത്ത് വന്നു. ഈ ചാടിപ്പോന്ന ആവേശം തിരിച്ചു വരുമ്പോഴും കണ്ട ഇവിടുത്തെ ആൾക്കാരെല്ലാം മട്ടന്മാരാണ്. അച്ഛനും അച്ഛനും ഇവരാണ് എന്റെ എല്ലാം സൂത്രധാരികൾ. അതെ, പാവം ഞങ്ങൾ. സൈഡ് സൈഡ് മുമ്പേ പോയാലും പിടിച്ചോണ്ടായാലും അറിയത്തില്ല. പോകുന്ന നോക്കണം. പോയി നോക്കറിയാം. എന്നെ കൊണ്ടുവന്നതല്ലേ ഇതിനകത്ത് വരും. ഇങ്ങനെ പിടിച്ചാ ഇല്ല. അതാ ഞാൻ ചോദിച്ചത്. പാസ്പോർട്ട് ഇല്ല, ഞങ്ങളുടെ എന്താ ഇല്ല. നമ്മള് കറങ്ങി തിരിയുന്നേ. പിന്നെയും വന്ന മാർക്കറ്റിൽ തന്നെ വന്നിട്ടുണ്ട്. എന്തിനാണ് ഇവിടെ വന്നത് എനിക്കറിയത്തില്ല. പോർക്ക് വേണ്ട, വേറെ എന്തേലും പറ. ഇവിടെ ഭയങ്കര വിലയാടാ. വേണ്ട വേണ്ട, ഇത് 2 ദിവസം കൂടെ ഫുഡ് കഴിക്കണ്ടേ. പിന്നെ വല്ലതും ഉണ്ടോടാ അതിനകത്ത്? കൊള്ളാം, എനിക്കും വേണം. എനിക്ക് തന്നെ താഴെ പോയി മാത്രം എടുത്ത് തരുമോ? താഴെ പോയി ഗൈസ്. പിന്നെ സച്ചിൻ അവൾക്ക് വല്ലതും കഴിക്കണം. അവള് വായിച്ച് പോയിക്കാണ് ഇവിടെ. ബോബ കുടിച്ച് തൊട്ട് ഉണ്ടെന്ന് പറഞ്ഞ നിന്നെ കൊള്ളാം. ഇതാ ഉണ്ടെന്ന് പറയാൻ നിന്നെ കൊള്ളാം. എനിക്ക് തരാമോ? ഐസെല്ലാം എടുത്ത് കളയാം നമുക്ക്. അതപ്പറ എനിക്ക് വേണ്ട. ഇതിനകത്ത് ഐസ് എടുത്ത് കളഞ്ഞില്ലേ? കുഞ്ഞം എനിക്ക് ആ സാധനം വേണം. തുപ്പിക്കളാൻ പോയതല്ലേ അട്ടുകട്ട വടി. അങ്ങനെ വേണ്ട. അല്ല എന്റെ മാത്രം വെക്കട്ടെ. കൊച്ചുറങ്ങോ ഇത് കളഞ്ഞില്ലോ നീ. അപ്പൊ ഇന്നത്തെ ബ്ലോഗ് തീർന്നിരിക്കുന്നു. ബാക്കി നാളെ രാവിലെ നാളെ രാവിലെ തുടങ്ങുന്നതായിരിക്കും അടുത്തത്. അത് പാർക്കിംഗ് ഇങ്ങോട്ടോ. വണ്ടിക്ക ലൈറ്റ് അടിച്ചോണ്ടിരുന്നത്. നോക്കടാ, പ്രയോഗത്തെ കണക്കിരിക്കുന്നത്. നെട്ടെല്ലാം കൂടെ അടിച്ചു. ഇപ്പഴാ കറക്റ്റ്. ഇനി നാളത്തെ ഇന്നത്തെ പരിപാടി ഇവിടെ കത്തം. അതല്ലേ ഇല്ല, ഇങ്ങനെയൊക്കെയല്ലേ പണി. ഇത് വേറെ വഴി നമുക്കറിയത്തില്ല. ഗൈസ് വഴി തെറ്റിയെന്നാ തോന്നുന്നത്. ഇല്ലില്ല, അതുകൊണ്ട് ആ ബിൽഡിംഗ് നമ്മൾ കണ്ടായിരുന്നു. അല്ല, ആ വഴി നമ്മൾ ആ ഹോട്ടലിൽ നമ്മൾ കണ്ടായിരുന്നു. നീ വഴി കൂടെ കയറണ പോച്ചേക്കകത്ത്.
ഇനി ഞാൻ റൂമിൽ തലയും കുത്തിയില്ല, ഞാൻ കിടക്കാം. നാളെ നമുക്ക് എന്താ പരിപാടി? മസാജ് മസാജ് നാളെ ചൈന ടൗണിലാ വള്ളം പോലെ നമ്മള് വളച്ചു വെക്കുന്നു പെണ്ണ്. മസാജ്. വേണ്ട, നമുക്ക് നാളെ മസാജിന് വേണ്ട. അവിടെ അമ്മച്ചേനെ അച്ഛനെ നമുക്ക് അവിടെ കൊണ്ട് കേട്ടാ മസാജിങ്ങിനാ? മസാജിങ്ങിന് ഈ വഴിയാ വഴി കറക്റ്റ് ആണ് ഗൈസ്. നമുക്ക് ഇവിടുത്തെ മോളില് എന്താ നടന്നു പോകുന്നേ ഉള്ളൂ. ഇന്ന് വേണ്ട. ട്വിൻ ടവറിനെ അത്രയും പൊക്കമായതുകൊണ്ടാ കാണുന്നത്. എന്താണെങ്കിലും ഒരു 4 കിലോമീറ്റർ ഇവിടെ നിന്ന് 10-20 മിനിറ്റ് ഉണ്ട്. നമുക്ക് നാളെ പോവാം ട്വിൻ ടവർ. വണ്ടി റിക്കവർ ചെയ്തിട്ട് പോകുന്നുണ്ടോ? ഇവിടെ എല്ലാം കെട്ടി വെച്ചിരിക്കുകയാണ്. അല്ല, അവിടെ ഒരു ഓപ്പണിംഗ് കാണുന്നുണ്ട്, അതുവഴി ഇറങ്ങാം. ഇവിടെ അല്ലേ നമ്മൾ അങ്ങോട്ട് വട്ടൻ ഇരുന്നത്. വേണ്ട മസാജ്. ഇനി നമ്മൾ നേരെ റൂമിൽ പോകുന്നു ഗൈസ്. ബൈ ബൈ. എൻഡ് ഓഫ് ഡേ 1. എല്ലാരും ബൈ പറ. അച്ഛ ബൈ. ബൈ.